ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വീണ്ടും വിറ്റമിൻ ഫുഡ് ചലഞ്ചിൻ്റെ പാർട്ട് 3യുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണണം. നമ്മളിന്ന് ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക് മുട്ടത്തോരനാണ്. പാലക്കിൽ വിറ്റമിൻ എ, സി, കെ ഇവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാഷ്യം, മഗ്നീഷ്യം ഇതും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് ഹൈ പ്രോട്ടീൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. കൂടാതെ തന്നെ വിറ്റമിൻ ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇവയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഫുഡാകുമ്പോൾ ഇത്രയും വിറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാലക് മുട്ടത്തോരൻ ഉണ്ടാക്കാം. അതിനായി ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് പാലക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലക്ക് നന്നായിട്ടങ്ങ് വെന്തുടയുന്ന ടൈപ്പാണ്. വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയേ കാണുന്നുള്ളൂ. കൂടാതെ തന്നെ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ചില സമയത്ത് നമുക്ക് ആ വെള്ളം ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കേണ്ടി വരും, അത്രയും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരു 3 മിനിറ്റൊക്കെ മാക്സിമം വേണ്ടു. ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ, അപ്പം തന്നെ അതിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. പാലക്ക് നന്നായി വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ പകുതിയേ ഏകദേശം ഉള്ളൂ. അതുപോലെ തന്നെ ഇനിയും വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. മുട്ട നന്നായി ചിക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് പാലക്കും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലക് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പാലക്കൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ മുട്ട കൂടി ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.